പാലക്കാട്ട് നിന്ന് വിവരങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ മലയോര മേഖലയിലെ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അത് സംസ്ഥാനത്തുടനീളമുണ്ട്. എങ്കിലും സമീപ കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട്, വന്യമൃഗാക്രമണങ്ങളുമായി ബന്ധപ്പെട്ട്, ആളുകൾക്ക് ജീവൻ നഷ്ടമാവുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ പരാതികൾ ഉയർന്ന, പ്രതിഷേധങ്ങൾ ഉയർന്ന ഒരിടമാണ് പാലക്കാട് ജില്ല. ഇങ്ങനെ ഒരു നീക്കം സർക്കാർ നടത്തുമ്പോൾ അതിനോട് മലയോര ജനത പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? അവിടെ നിന്നുള്ള പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താണ് ശ്രീജിത്ത് ശ്രീകുമാർ? ടി കെ, ജനങ്ങൾ എന്തായാലും വലിയ തോതിലുള്ള വിഷമമാണ് ഈ ഒരു ഘട്ടത്തിൽ, അല്ലെങ്കിൽ കുറെ കാലമായി പങ്കുവയ്ക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊട്ടാമുട്ടി എന്ന മലമ്പുഴ കഞ്ചിക്കോട് മേഖലയിലാണുള്ളത്. ഈ പ്രദേശം ഈ ടെലിവിഷൻ സ്ക്രീനിൽ കാണുന്ന പ്രേക്ഷകർക്ക് വളരെ സുപരിചിതമായിരിക്കും. PT5, അള്ളാച്ചിക്കൊമ്പൻ, അതുപോലെ തന്നെ PT14, 14 അംഗ കാട്ടാനക്കൂട്ടം, അങ്ങനെ എല്ലാ മേഖലകളിലും ഈ കാട്ടാനകളെ കുറിച്ചുള്ള വാർത്തകളിൽ പാലക്കാട് നിറയുമ്പോൾ ഈ കൊട്ടാമുട്ടി എന്ന പ്രദേശം നിറയുന്ന ഒരു മേഖല തന്നെയാണ്. ഇന്നലെയും ഈ മേഖലയിൽ PT14 ഇറങ്ങിയെന്നാണ് പറയുന്നത്. നമ്മോടൊപ്പം ഉള്ളത് പരമേശ്വരൻ ചേട്ടനാണ്. ചേട്ടന്റെ കടയാണിത്. തൊട്ടപ്പുറത്ത് വയലുണ്ട്. ഈ വയലിലാണല്ലോ ചേട്ടാ ഇന്നലെ ആന ഇറങ്ങിയത്? രാത്രി 11 മണിക്കായിരുന്നു രാത്രി. അപ്പോൾ ആനൻ്റെ എന്താ സൗണ്ട് കേൾക്കുന്നു പറഞ്ഞാൽ ഞാൻ കഥക് തുറന്ന് പുറത്ത് വരും മണിക്ക് തന്നെ ആന എൻ്റെ കഥക് തുറക്കുന്ന സൗണ്ട് ഇതെല്ലാം കൂടി കേട്ട് വീട്ടിൻ്റെ ഫ്രണ്ടിൽ മുറ്റത്തൂടെ. കൊമ്പനായിരുന്നു അല്ലേ? PT14. എനിക്കത് കൃത്യമായിട്ട് അറിയില്ല, പക്ഷെ വലിയൊരു സാധനമായിരുന്നു. ഇത് ഇപ്പോൾ വനംവകുപ്പ് ഒരു പുതിയ ഉത്തരവ് സർക്കാർ ഇറക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബില്ലിലേക്ക് സർക്കാർ പോകുന്നു. അക്രമകാരികളായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അനുമതി നൽകുന്ന തരത്തിലുള്ള ഉത്തരവാണ്. കടമ്പകളേറെ ഉണ്ട്, പക്ഷേ സർക്കാർ ഒരു ഇനീഷ്യൽ സ്റ്റെപ്പ് എടുക്കുകയാണ്. എങ്ങനെ തോന്നുന്നു നിങ്ങൾക്ക്? അതൊരു പോസിറ്റീവ് സാധനം, നല്ല കാര്യമൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മൾ 2 ദിവസം മുന്നേ നമ്മുടെ ഒരു സുഹൃത്ത് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് അതിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾ കുറവാണ്, അവിടെ ആൾ വിടാൻ പറ്റില്ല എന്നുള്ള രീതിക്കാണ് ആ കൂട്ടുകാരനോട് പറഞ്ഞത്. പക്ഷേ വന്യമൃഗങ്ങളെ വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലണം, അല്ലെങ്കിൽ നാട്ടിലിറങ്ങുന്നത് നമ്മുടെ ജീവന് ഭീഷണിയിലാക്കുന്ന, സ്വത്തിന് ഭീഷണിയാക്കുന്ന ആളുകളെ കൊല്ലണമെന്നുള്ള അഭിപ്രായം തന്നെ. കൊല്ലണം എന്നുള്ള അഭിപ്രായത്തിനേക്കാളും നല്ലത് ആനപ്രേമികൾക്ക് തന്നെയാണ്. പ്രേമികൾക്ക് ഈ സർക്കാരിൽ നിന്ന് പണ്ട് കൊപ്പം വെട്ടി ആന പിടിച്ചുകൊണ്ട് പോയ കാലം ഉണ്ടായിരുന്നു രാജാക്കന്മാർ. ഇന്ന് അതില്ല. ഈ ആനകളെ പിടിച്ചിട്ട് ആ പ്രേമികൾക്ക് തന്നെ കൊടുത്ത് അതിനെ ജീവനോടെ വളർത്തുകയും ചെയ്യാലോ. അങ്ങനെ ഒരു നിയമം വേണമെന്നാണ് ചേട്ടൻ പറയുന്നത്. ഈ പന്നികളൊക്കെ വ്യാപകമല്ലേ ഈ പ്രദേശത്ത്? ഈ പന്നികളൊക്കെ വെടിവെച്ചു കൊല്ലാൻ തന്നെ ഒരുപാട് നിയമമാണ്. അതുപോലെ തന്നെ കടുവ പോലുള്ള പല മേഖലകളിലുണ്ട്. ചേട്ടൻ എന്താ തോന്നുന്നു, ഇങ്ങനെ ഒരു നിയമം വരുന്നത് നല്ലതാണെന്നാണോ? നിയമം വരുന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ടില്ലേ, നാട്ടുകാർ പറയുന്നല്ലോ, നമ്മൾ തീരുമാനിച്ചിട്ടില്ലേ, പറയാൻ പറ്റില്ലല്ലോ, നമ്മൾ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഈ നാട്ടിലെ നമ്മളെ ഉപദ്രവിക്കാൻ നാട്ടിലിറങ്ങുന്ന ജീവികളെ വെടിവെച്ച് കൊല്ലണമെന്നാണ് പുതിയ ഉത്തരവ്, അല്ല അങ്ങനെ നിയമമാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, അത് വനവകുപ്പിൻ്റെ ആൾക്കാരാണ്, അവർ നടപടി എടുക്കണം. നമ്മൾ ചെയ്യാൻ പറ്റില്ലല്ലേ. നമ്മൾ വന്നിട്ട് 6 മണിക്ക് ശേഷം വീട്ടിൽ നിന്ന് കുട്ടിമക്കളൊക്കെ ഇതുപോലെ സ്കൂളിൽ പോകുന്നത്, വരുന്നതും വൈകുന്നേരം 6 മണിക്ക് പോകുന്നത് ബുദ്ധിമുട്ട് തന്നെയാണ്. ബുദ്ധിമുട്ടാണ്. ആനയുണ്ട്, പന്നിയുണ്ട്, ആനയാണ് പ്രശ്നം. ആനയുടെ ഒരു പ്രശ്നമാണ് പ്രധാനമായും പറയുന്നത്. അങ്ങനെ ആനയൊന്നും കാര്യമായ രീതിയിൽ ഉപദ്രവിക്കരുതെന്ന് പറയുന്ന ആളുകളാണ്, കാരണം സ്ഥിരമായി കാണുന്നതാണ്. പക്ഷേ നാട്ടിലിറങ്ങി ജനവാസ മേഖലയിൽ ഇറങ്ങി ഇത്തരത്തിൽ വലിയ തോതിലുള്ള സ്വത്തിനും ജീവനും ഒക്കെ ഭീഷണി വരുത്തുന്നുണ്ട്. അതിനെ പിടിച്ച് വനം വകുപ്പ് തന്നെ കൊണ്ടുപോകണമെന്നാണ് പറയുന്നത്. അല്ലാതെ മറ്റ് മൃഗങ്ങളെ, അതായത് പന്നി പോലുള്ള അല്ലെങ്കിൽ അപകടകരമായ നരഭോജി കടുവകൾ പോലുള്ള മൃഗങ്ങളെ എന്തായാലും വെടിവെച്ച് കൊല്ലണമെന്നൊരു അഭിപ്രായമാണ് നാട്ടുകാർക്കുള്ളത്. എന്തായാലും ഒരു സമ്മിശ്ര പ്രതികരണം എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു ഘട്ടത്തിൽ കൊട്ടാമുട്ടിയിൽ നിന്ന്, അല്ലെങ്കിൽ മലമ്പുഴ. ശരി, വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സമഗ്രമായി പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങളാണ്. അത് ഒരുപക്ഷെ ഈ ബില്ല് കൊണ്ട് മാത്രം അതിനൊരു പരിഹാരം ഉണ്ടാവുന്നതൊന്നുമല്ല. ഈ ബില്ലിലെ വ്യവസ്ഥകൾ തന്നെ യാഥാർത്ഥ്യമാവുമോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.